അങ്ങനെ എമ്പുരാൻ സിനിമ ഞാനും കണ്ടു കേട്ടോ. 2 ദിവസം മുമ്പാണ് പോയി കണ്ടത്. ഈ വിവാദങ്ങളൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് കളയുന്നതിന് മുന്നേ കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഓടിപ്പോയി മിനിഞ്ഞാന്ന് തന്നെ 30-ാം തീയതി തന്നെ പോയിട്ട് സിനിമ കണ്ടു. വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല സിനിമയാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു കമൻ്റൊന്നും പറയാൻ റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല. എനിക്കങ്ങനെ ടെക്നിക്കൽ സൈഡുകളൊന്നും അങ്ങനെ പറയാനൊന്നും അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ റിവ്യൂ കാണുന്നതും എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഒരാൾ കണ്ട് അത് അയാൾക്ക് എന്താണോ കൺവേ ആയത് അതാണ് അയാൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതായിരിക്കണം എന്നില്ല എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ മുൻവിധിയോട് കൂടി പോയി കണ്ടിട്ട് എന്തോ എനിക്കതിങ്ങനെ നന്നായി ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ സിനിമകളെ പറ്റി റിവ്യൂ ചെയ്യുന്നത് ഞാൻ കാണാൻ ശ്രമിക്കാറില്ല. കാണാതെയാണ് പോയിട്ട് സിനിമ കാണുള്ളൂ. അതിന് ശേഷം വേണമെങ്കിൽ റിവ്യൂ കാണാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നുമല്ല ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചാണ്. ആവശ്യമില്ലാതെ തുടങ്ങി വെച്ചൊരു വിവാദം. ഇപ്പോൾ ഇതിനകത്ത് കുറേ സീൻസ് 17 വെട്ട് വെട്ടിയെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ 2-3 മിനിറ്റ് വരുന്ന ഒരു എഡിറ്റിംഗാണ്. 2-3 മിനിറ്റ് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ 2-3 മിനിറ്റ് ഉള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ സിനിമയുടെ കഥയെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? എന്ത് മാറ്റമാണ് അതുകൊണ്ട് സംഭവിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും വലിയൊരു കാര്യമാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഈ 2-3 മിനിറ്റ് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കഥ പറയാൻ ഉദ്ദേശിച്ച ആൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് എത്താതിരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് പണ്ട് കാലത്തും അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ മുതലേ നമ്മൾ ആശയപരമായ ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ളതോ സോഷ്യൽ ഇഷ്യൂസൊക്കെ എടുത്ത് ചർച്ച ചെയ്തിട്ടാണ് സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പം വന്നേക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും കൺട്രോൾ ചെയ്യപ്പെടുന്നു. നിങ്ങൾ എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, ഞങ്ങൾക്കത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യരുത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങി എന്നുള്ളത് വളരെ ഭീകരമായൊരവസ്ഥയാണ്. നമ്മൾ ഒരു കലാകാരൻ ഒരു സൃഷ്ടി നടത്തി, അത് ഞങ്ങൾക്ക് ഓക്കെ അല്ല, ഞങ്ങളുടെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആ സീനെല്ലാം ഒഴിവാക്കണം, അല്ലെങ്കിൽ അതിനെതിരെ ഭയങ്കരമായ ക്യാമ്പയിൻ വരുവാണ് ആ സിനിമയ്ക്കെതിരെ. എന്തുകൊണ്ടാണ് പെട്ടെന്ന് മോഹൻലാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും പൃഥ്വിരാജ് ആ സീൻസൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ തയ്യാറായെന്നുള്ളത് ഫ്യൂച്ചറിൽ അവരെ ഈ പ്രശ്നങ്ങൾ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അവർക്കൊരു ധാരണയുള്ളതുകൊണ്ടായിരിക്കും. പല രീതിയിലും ഇനി അവരുടെ ജീവിതത്തെ ഇവർക്ക് ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ സീനുകൾ ഒഴിവാക്കാം എന്ന രീതിയിലിട്ട് ഒരു തീരുമാനത്തിലിട്ട് എത്തിയിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മോഹൻലാലൊക്കെ അങ്ങനെ ഒരു മാപ്പ് പറച്ചിലിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോയി. ഇത് ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ ഹിന്ദുക്കളെ അപമാനിച്ചു എന്ന രീതിയിലൊക്കെ ആദ്യം കേട്ടായിരുന്നു. ഇതിൽ ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഒന്നും തോന്നിയൊന്നുമില്ല, എൻ്റെ ഒരു മതവികാരം വ്രണപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ആ പറയുന്ന രീതിയിൽ മറ്റു മതക്കാരെ ഇഷ്ടപ്പെടാത്തവരോ അവരും ഉണ്ടാവരുതെന്നോ ഒന്നും ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അത് യാതൊരു രീതിയിലും എന്നെ ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നിയിട്ടില്ല. ഇതാരാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് അവർക്ക് മാത്രമാണ് അത് കൊണ്ടിട്ടുണ്ടാവുള്ളൂ, അതായത് പൊള്ളിയിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെയെല്ലാം കാണുമ്പോൾ. ഇത് ഈ നാട്ടിൽ നടക്കാത്തൊരു കാര്യമൊന്നുമല്ല, ഇന്ത്യയിൽ ഇത് സംഭവിക്കാത്തൊരു കാര്യമല്ല ആ സിനിമയിൽ പറയുന്നത്. സംഭവിച്ചത് തന്നെയാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലും ഒക്കെ സംഭവിച്ച കാര്യമാണ്. അതിൻ്റെ ഇരയായവർ, സർവൈവ് ചെയ്തവർ, പല മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് അവർ സംസാരിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ പലതും ഇതേപോലെയുള്ള കഥകൾ തന്നെയാണ്. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ബ്രൂട്ടലായി റേപ്പ് ചെയ്തതും ഒരു കുട്ടിയെ തലക്കടിച്ച് കൊന്നു, അമ്മയുടെ മുമ്പിൽ വെച്ച് തലക്കടിച്ച് കൊന്ന, ഇതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് പിന്നീട് എടുത്ത് പറയുമ്പോൾ ഇവർക്ക് പൊള്ളേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുമായിരുന്നു വേണ്ടിയത്. ചെയ്തിട്ട് അത് പിന്നീട് ഒരാൾ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വെച്ചൊരു സിനിമയുണ്ടാവുമ്പോൾ ഇവരെന്തിനാണ് ഭയക്കുന്നത്? ഇത് കേരളമാണ്. ഇതിൽ ആൾക്കാർക്ക്, കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇതെങ്ങനെ കാണണം, ഇത് എന്താണ് അവിടെ സംഭവിച്ചത്, അന്ന് എന്തെല്ലാം നടന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ ഈ സീനുകൾ എടുത്ത് മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ ആ സിനിമയെ ഭയങ്കരമായി എതിർത്ത് ഭയങ്കര ക്യാമ്പയിനിങ് വന്നതുകൊണ്ടോ
ആൾക്കാരുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പണ്ട് മുതലേ ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിൽ ഇങ്ങനെ പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിതെല്ലാം പറയുന്നത് കൊണ്ട് ഞാനൊരു കൊങ്ങിയോ കമ്മിയോ ആ രീതിയിലൊന്നും എന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. എന്നാൽ പോലും ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ വിമർശിക്കും. എനിക്ക് വിമർശനത്തിൻ്റെ ഭാഷയിൽ ഞാൻ സംസാരിക്കും. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടി തെറ്റ് ചെയ്താൽ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ ഏത് പാർട്ടി ആയാലും, അതിപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ഏത് പാർട്ടി ആയാലും എനിക്ക് ഒരഭിപ്രായമുണ്ട്, അത് ഞാൻ പറയും. അപ്പോൾ ഈ പാർട്ടി എന്തിനാണ് ഈ സിനിമയെ കണ്ട് ഇത്രമേൽ ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു സിനിമയെ തടഞ്ഞു വച്ചതുകൊണ്ടോ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു കലാകാരനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ വലിയ വലിയ സിനിമകളും വളരെ വലിയ രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ളതും കൃത്യമായ അഭിപ്രായങ്ങളും നിലപാടുകളുമുള്ള ഒരാളാണ്. ആ മനുഷ്യനെയൊക്കെ തകർത്ത് ഒന്നും അല്ലാത്ത പോലെ ആക്കരുത്. ഇങ്ങനെ ചില ആൾക്കാരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ കഴിവുള്ള ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക, വളരാൻ അനുവദിക്കുക.